തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടിംഗ് യന്ത്രം കേടാക്കിയ മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഇന്ന് റീപോളിംഗ്. 114 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടക്കും. പ്രശ്നത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശിധരൻ നായർ പറഞ്ഞു. വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ തൃശൂർ ജില്ലയിലെ ചാവക്കാട് മുതൽ മലപ്പുറം ജില്ലയിലെ ആനക്കയം വരെ നീളുന്ന മേഖലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വ്യാപകമായി തകരാറിലായിരുന്നു. മലപ്പുറത്ത് 255ഉം തൃശൂരിൽ 60 ബൂത്തുകളിലായിരുന്നു വോട്ടിംഗ് മെഷീൻ കേടായത്. ഇത്രയും വോട്ടിംഗ് മെഷീൻ ഒന്നിച്ച് കേടായതിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. സാങ്കേതിക തകരാർ അല്ല സംഭവിച്ചത്, ആസൂത്രിതമായ അട്ടിമറിയാണോ എന്ന് പരിശോധിക്കാൻ വിശദമായ അന്വേഷണം നടത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപിച്ചു. മലപ്പുറത്തെ സംബന്ധിച്ച് ഈ രീതിയിൽ വ്യാപകമായ ഒരു സ്വഭാവം കാണിച്ചതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. അത് പ്രസ് എററാണ് അത് എന്നുള്ള രീതിയിലാണ് അതിൽ ഡിഫക്റ്റ് നോട്ട് ചെയ്തത്. പ്രസ് എറർ എന്ന് പറയുമ്പോൾ ബാലറ്റ് യൂണിറ്റിൽ വരുന്ന ഒരു വോട്ട് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോഴുള്ള എറർ കാണിക്കുന്നതാണ്. അതുകൊണ്ട് അത് മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കില്ല. വോട്ടിംഗ് യന്ത്രം മാറ്റിവെച്ചിട്ടും പലയിടങ്ങളിലും പോളിംഗ് പുനരാരംഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൃശൂർ, മലപ്പുറം ജില്ലകളിലെ 114 ബൂത്തുകളിൽ നാളെ റീപോളിംഗും കമ്മീഷണർ പ്രഖ്യാപിച്ചു. തൃശ്ശൂർ 9 ഇടങ്ങളിൽ നാളെ റീപോളിംഗ് നടത്തുന്നതാണ്. 105 ബൂത്തുകളിൽ മലപ്പുറത്ത് നാളെ റീപോളിംഗ് നടക്കുന്നുണ്ട്. അതേസമയം മലപ്പുറത്ത് വ്യാപകമായ കൃത്രിമം നടന്നിട്ടും ഫലപ്രദമായ നടപടി സ്വീകരിക്കാത്ത ജില്ലാ കളക്ടറുടെ നടപടിയിൽ കമ്മീഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കൃത്യമായ വിവരങ്ങൾ കമ്മീഷനെ അറിയിക്കുന്നതിൽ കലക്ടർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇതേ കലക്ടറുടെ നേതൃത്വത്തിലാകുമോ റീപോളിംഗ് എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മറുപടി ഇങ്ങനെ: പെട്ടെന്നൊരു തീരുമാനത്തിൽപ്പെട്ട ഒരാളെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ആ രീതിയിലുള്ളൊരു നടപടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നാളത്തെ റീപോളിങ്ങിൻ്റെ ഒരു പ്രശ്നം തന്നെ അതിനകത്ത് സംജാതമായെന്നിരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.